നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയയുടെ വേരൊറുക്കാനായി കേരള പോലീസ് ആരംഭിച്ച വിപുലമായ സുരക്ഷാ പദ്ധതി വിജയകരമായി തന്നെ ഒരു വശത്തുകൂടെ പോകുമ്പോൾ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാകുന്ന ചില സംഭവങ്ങൾ കൂടി നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ചില പ്രവർത്തികളാണ് മുഴുവൻ പോലീസ് സേനയ്ക്കെതിരെയുള്ള ഒരു നാണക്കേടുണ്ടാക്കുന്ന സംഭവമായി മാറിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ജനങ്ങൾക്കും പോലീസിലുള്ള ഒരു ബഹുമാനം കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ മദ്യപിച്ച് ജീപ്പ് ഓടിച്ച് മറ്റു വാഹനങ്ങളിൽ ഇടിക്കാൻ ചെന്നെന്ന് ആരോപിച്ച് ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്ക് ഇറങ്ങിയ പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ഒരു യുവതി പിന്തുടർന്ന് തടഞ്ഞതാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജീപ്പിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങി ഓടിയെങ്കിലും അവിടെ കൂടിയ നാട്ടുകാരെല്ലാം കൂടെ തടഞ്ഞു വെച്ചു. ഇയാൾ ഉൾപ്പെടെ ജീപ്പിലുണ്ടായിരുന്ന 3 പേരെയും പിന്നീട് പത്തനംതിട്ട പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വാർത്ത, സംഭവത്തിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ചിലരുടെ പ്രവൃത്തി മുഴുവൻ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നതാണ്. 3 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. പ്രിയേഷ്, രാഹുൽ, സുമൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മദ്യപിച്ച് വാഹനം ഓടിച്ച് ഡ്രൈവർ പ്രിയേഷിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്ക് ഇറങ്ങിയ പോലീസ് സംഘത്തെ ചേസ് ചെയ്താണ് തടഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ സംഘം പല ലഹരി മരുന്ന് സംഘങ്ങളെ ചേസ് ചെയ്ത് റോഡിലിട്ട് വട്ടം പിടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ കേട്ടതാണ്. പക്ഷെ ഇവിടെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. മദ്യപിച്ച് ബോധമില്ലാതെ പോലീസ് ജീപ്പ് ഓടിച്ച് മറ്റുള്ള വാഹനങ്ങളിൽ കൂടി ഇടിക്കാൻ ശ്രമിക്കുകയും അപകടം നിറഞ്ഞ അവസ്ഥയിൽ വാഹനം ഓടിച്ച പോലീസ് സംഘത്തെ ഒരു വനിതാ ഓട്ടോ ഡ്രൈവർ ഇത്തരത്തിൽ പിന്തുടർന്ന് അവരെ പിടിച്ച വാർത്ത അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പോലീസ് സേനയ്ക്ക്. നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പിന്റെ മുമ്പിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ശോഭ എന്ന വനിതാ ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടത്. പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇവരുടെ വൈദ്യ പരിശോധന നടത്തിയെങ്കിലും പോലീസ് ആദ്യം ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. പത്തനംതിട്ട നഗരത്തിൽ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. മൈലപ്ര ഭാഗത്ത് നിന്ന് വന്ന പോലീസ് ജീപ്പ് പലയിടത്തും വെച്ചും മറ്റു വാഹനങ്ങളെ ഇടിക്കാൻ ചെന്നിരുന്നു. അതായത് പോലീസ് ജീപ്പ് നിയന്ത്രണം തെറ്റിയായിരുന്നു റോഡിലൂടെ ചീറിപ്പാഞ്ഞത്. ഇതിനിടെയാണ് വനിതാ ഡ്രൈവർ ഓടിച്ച ഓട്ടോറിക്ഷയിലും തട്ടാനൊരുങ്ങിയത്. അവർ ഭയന്ന് നിലവിളിച്ചു. അവർ നോക്കിയപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പുറകിലേക്ക് ചാഞ്ഞായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു എന്നത്. അപ്പോൾ തന്നെ സംശയം തോന്നി. അതുകൊണ്ട് ഈ പോലീസ് ജീപ്പിനെ പിന്തുടരാം എന്ന് കരുതി. നിർത്താതെ പോയ ജീപ്പിനെ പിന്തുടർന്ന ഇവർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് സമീപത്ത് ഒരു റിംഗ് റോഡിൽ വെച്ച് ജീപ്പ് തടഞ്ഞ് അപകടകരമായ യാത്രയെ ചോദ്യം ചെയ്തു. നാട്ടുകാരും അപ്പോൾ കൂടി രംഗം വഷളായതോടെ ജീപ്പിലുണ്ടായിരുന്ന ഒരാൾ ബാഗുമായി ഇറങ്ങി ഓടിയെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നവർ തടഞ്ഞു വെച്ചു. ഈ 3 പേരും പോലീസ് യൂണിഫോമിലായിരുന്നില്ല. അപ്പോഴും ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ ശോഭ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അവരും പ്രതികരിക്കുന്ന സമയത്തൊക്കെ തന്നെ തിരിച്ചു പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത തരത്തിലാണ് ബോധമില്ലാതെ ആ പോലീസ് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നത്. ബഹളം കൂടിയതോടെയാണ് പത്തനംതിട്ട പോലീസ് എത്തി 3 പേരെയും കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തുകയും ചെയ്തു. മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞതിനാലാണ് ഇപ്പോൾ നടപടി വേഗത്തിൽ എടുത്തിരിക്കുന്നത്. ഈ ശോഭ എന്ന് പറയുന്ന വനിതാ ഡ്രൈവർ അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, അവർ നിയമപാലകരല്ലേ, നമ്മളെയൊക്കെ സംരക്ഷിക്കേണ്ടതല്ലേ, അവരല്ലേ നിയമം സംരക്ഷിക്കാൻ യൂണിഫോം ഇട്ട് നിരത്തിലിറങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്നവരല്ലേ, അവർ തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരുപക്ഷെ താൻ അത്തരത്തിൽ പിന്തുടർന്ന് പോയില്ലായിരുന്നെങ്കിൽ മറ്റു വാഹനങ്ങളിൽ ഇടിച്ച് വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു. ഇതിനെതിരെ പിന്നെ പ്രതികരിക്കാതെ എങ്ങനെ ഇരിക്കും എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി അഭിനന്ദനാർഹമാണ്. കാരണം പോലീസ് ആണെന്ന് കരുതി എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്ന് കരുതുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവർ ജനങ്ങളെ നോക്കേണ്ടതാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരും നിയമപാലകരാണ് അവർ. അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പോലീസിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 ആഴ്ചക്കിടയിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു 2ാമത്തെ സംഭവമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് പത്തനംതിട്ടയിൽ തന്നെ കൂടലിൽ
വ്യാജ പോക്സോ പരാതിയുടെ പേരിൽ ഒരു 20-കാരനെ കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ ക്രൂരമായ മൂന്നാം മുറയ്ക്ക് ഇരയാക്കിയെന്ന സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരിക്കുകയാണ്. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വരും ദിവസങ്ങളിൽ കടുത്ത വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. കൂടൽ SI ജയമോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പത്തനാപുരത്തെ വാടക വീട് വളഞ്ഞ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്നും യുവാവ് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് നടുക്കുന്ന സംഭവം നടന്നത്. ചെറുപ്പത്തിലെ ഹൃദയത്തിന് തകരാറുള്ള യുവാവ് അടുത്തിടെയാണ് ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത് വന്നിരുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് വിവരം അറിയിച്ചിട്ടും പോലീസ് ക്രൂരത തുടരുകയായിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതും പത്തനംതിട്ടയിലാണ് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന എന്തും കാണിക്കാം എന്നുള്ള ഒരു അഹമ്മതിയാണോ ഒരു വിഭാഗം പോലീസുകാർ ഇത്തരത്തിൽ കാണിക്കുന്നത് എന്നുള്ളത് അറിയില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അദ്ദേഹം വെച്ചുപൊറുപ്പിക്കില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ പോലീസുകാരാണെങ്കിലും ഇത്തരത്തിലുള്ളത് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നടപടി വളരെ വേഗത്തിൽ തന്നെ എടുക്കുമെന്നും ഒരു ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതേസമയം തന്നെ ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ പൊതുസമൂഹം അണിനിരക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാനിലൂടെ ഒരു മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് 4500 ലഹരി കേസുകൾ എടുത്തു. 5600 പേരെ അറസ്റ്റ് ചെയ്തു. 40 കോടി രൂപയോളം വില മതിക്കുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും വിലങ്ങ് വീഴും. രാസലഹരി, ഹൈബ്രിഡ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ വ്യാപനം ചെറുക്കാൻ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കും. ഒപ്പം ലഹരി വ്യാപനം തടയുന്നതിന് പ്രത്യേക പോലീസ് സംവിധാനം നടപ്പാക്കും. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ താഴെ തട്ടുകളിലേക്കും സംവിധാനം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മാർഗങ്ങളിലൂടെ നടത്തുന്ന ലഹരിക്കടത്ത് ശക്തമായ നിരീക്ഷണ എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങളിലൂടെ ഇല്ലാതാക്കും. യുവതലമുറയെ ലഹരി വിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിരന്തര പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്.